അങ്ങനെ അവരെല്ലാവരും കൂടി ബിട്ടുവിന്റെ നാട്ടിലേക്ക് യാത്രയാകുന്നു. നാട്ടിലെത്തി ബിട്ടുവിന്റെ വലിയച്ഛൻ ആദ്യം തടസ്സം പറഞ്ഞെങ്കിലും ബിട്ടുവിന്റെ കൂടെ അവന്റെ അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവർ ആ വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ അവർ അവിടെ വെച്ച് ആർട്ട് ഷൂട്ട് നടത്തുന്നു. അതിനിടയ്ക്ക് ബെല്ലയുടെ ബോയ് ഫ്രണ്ട് അവിടെ വരുന്നു. ബെല്ലയും അവളുടെ ബോയ് ഫ്രണ്ടും തമ്മിൽ ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. എന്നാൽ അവൻ സോറിയൊക്കെ പറഞ്ഞ് വീണ്ടും കയറി പറ്റുന്നു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. ബിട്ടുവിന്റെ ശരീരത്തിൽ നിന്നും ആ ഭൂതം പുറത്തേക്ക് വന്നു. അത് ബെല്ലയെയും ബോയ് ഫ്രണ്ടിനെയും ഒരുമിച്ച് കാണുന്നു. ഇത് സഹിക്കാനാകാതെ ബെല്ലയുടെ ബോയ് ഫ്രണ്ടിനെ അത് കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ എല്ലാവരും കൂടി അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവന് നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ അവന് 2 ബോൾസ് ആരോ കടിച്ചുകൊണ്ട് പോയി എന്ന് പറയും. ഇത് കേട്ട ബെല്ല തലകറങ്ങി വീഴുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ മുഞ്ചിയെ പറഞ്ഞു, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല, ബെല്ലയുമായിട്ടുള്ള കല്യാണം എത്രയും വേഗം നടത്തണം എന്ന് പറയും. പെട്ടെന്ന് അവിടേക്ക് രുക്കു കയറി വന്നു. രുക്കുവിന് മുഞ്ചിയെ കാണാൻ സാധിച്ചു. അവൾ പേടിച്ച് നിലവിളിക്കുന്നു. ഭൂതം ചോദിച്ചു, ഇവൾക്ക് എങ്ങനെ എന്നെ കാണാൻ സാധിക്കുന്നു? ബിട്ടു പറയും, ഇതെന്റെ അനിയത്തിയാണ്, രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് മുഞ്ചിയെ കാണാൻ സാധിക്കും. അങ്ങനെ രുക്കുവിനും കാര്യങ്ങളെല്ലാം മനസ്സിലായി. ബിട്ടുവിനെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. പിറ്റേ ദിവസം കരിക്കിൽ കള്ള് ചേർത്ത് ബെല്ലയ്ക്ക് കൊടുക്കുന്നു. അതിനുശേഷം കല്യാണത്തിന് ആവശ്യമായ ആടിനെ രുക്കും ഫ്രണ്ടും കൂടി മോഷ്ടിക്കുന്നു. അങ്ങനെ രാത്രിയായി. ബെല്ല കള്ളു കുടിച്ചതുകൊണ്ട് പാതി ബോധത്തിലാണുള്ളത്. അങ്ങനെ അവർ എല്ലാം സെറ്റ് ആക്കിയതിനു ശേഷം ആ പ്രീസ്റ്റിനെ വിളിക്കുന്നു. എന്നാൽ അയാൾ മറ്റൊരു സ്ഥലത്ത് ആഘോഷത്തിലായിരുന്നു. ഫോൺ എടുത്ത് പ്രീസ്റ്റ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഇവിടെ വലിയൊരു പൂജ ചെയ്യുകയാണ്, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ തനിയെ ചെയ്യണമെന്ന് പറയും. എന്നിട്ട് അയാൾ ഒന്നുകൂടി പറയും, ആ ചിഹ്നം അറിയാതെ പോലും മറ്റൊരാളുടെ ദേഹത്ത് വരയ്ക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ അവർ ചെട്ടുകൊടിയിലെ ആ മരത്തിന് മുന്നിലെത്തി. അവർ ആ മരത്തിന് മുന്നിൽ തീ കൊളുത്തുന്നു. ബിട്ടുവിന്റെ രക്തം കൊണ്ട് ആടിന്റെ നെറ്റിയിൽ ആ ചിഹ്നം വരയ്ക്കുന്നു. അതിനുശേഷം ബെല്ലയെ കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ അവിടെ എത്തിക്കുന്നു. ബെല്ല ഇപ്പോഴും കള്ളിന്റെ ലഹരിയിലാണ്. മുഞ്ചിയെ പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്നതുപോലെ മന്ത്രം ചൊല്ലാൻ. മന്ത്രം ചൊല്ലിയത് ആടിന്റെ ശരീരത്തിൽ മുഞ്ചിയെ പ്രവേശിക്കുന്നു. പെട്ടെന്ന് ബിട്ടു ആ ആടിനെ പിടിച്ചു വെച്ചു. രുക്കു പേപ്പറിലുള്ളതുപോലെ മന്ത്രം ചൊല്ലി. ആ ആടിനെ കൊല്ലാൻ പോയതും ബെല്ല അവിടെ വന്നു. ബിട്ടുവിനെ തള്ളി മാറ്റി ആടിനെ എടുത്തിട്ട് പറഞ്ഞു, ഞാനും ഇതിന്റെ നെറ്റിയിലുള്ളതുപോലെ എന്റെ നെറ്റിയിലും വരച്ചു എന്ന് പറയും. പെട്ടെന്ന് ബെല്ലയുടെ നെറ്റിയിലെയും ആടിന്റെ നെറ്റിയിലെയും ചിഹ്നങ്ങൾ തമ്മിൽ തിളങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് അതിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. നോക്കുമ്പോൾ ബെല്ല മുഞ്ചിയായി മാറി. മുഞ്ചിയെ ബെല്ലയുടെ ശരീരത്തിൽ പ്രവേശിച്ചു. ബെല്ലയുടെ ആത്മാവ് ഇപ്പോഴുള്ളത് ആടിന്റെ ശരീരത്തിലാണ്. ബിട്ടു തന്നെ ചതിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് മുഞ്ചിയെ ബിട്ടുവിനെ ദൂരത്തേക്ക് വലിച്ചെറിയുന്നു. കാര്യങ്ങളെല്ലാം അവരുടെ കൈവിട്ടു പോയെന്ന് മനസ്സിലായ അവർ അവിടെ നിന്നും പുറത്തേക്ക് ഓടുന്നു. എന്നിട്ട് അവർ ആ പ്രീസ്റ്റിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. അയാൾ പറഞ്ഞു, യാതൊരു കാരണവശാലും ആ ആടിനെ നഷ്ടപ്പെടുത്തരുതെന്ന് പറയും. അങ്ങനെ അവർ ഓടി വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ ആ ആടിന്റെ ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഈ ആട് എന്റേതാണ്, രാവിലെ തൊട്ട് ഇതിനെ കാണാനില്ല എന്ന് പറയും. ഇത് കേട്ട രുക്കുവിന്റെ അച്ഛൻ ആടിനെ അവരുടെ കയ്യിൽ നിന്നും ബലമായി വാങ്ങി ഉടമസ്ഥന് കൊടുക്കുന്നു. അവർ എത്ര അപേക്ഷിച്ചിട്ടും അയാൾ അത് കേട്ടില്ല. അവസാനം അവർ ഓടി ബിട്ടുവിന്റെ അമ്മയുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ അപ്പോഴേക്കും മുഞ്ചി അവിടേക്ക് വന്നു. പേടിച്ച് എല്ലാവരും പുറത്തേക്ക് ഓടി. എന്നാൽ അവിടെയും മുഞ്ചിയെ വന്നു. പെട്ടെന്ന് പുറകിലായി നമ്മുടെ പ്രീസ്റ്റ് വന്നു. അയാൾ കയ്യിലുള്ള ഒരു പൊടി മുഞ്ചിയുടെ മുഖത്തെറിയുന്നു. അതേസമയം തന്നെ മുഞ്ചിക്ക് ചുറ്റും ഒരു വൃത്തം വരച്ച് അതിനുള്ളിലാക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിന് പുറത്ത് കടന്നാൽ നീ ചാമ്പലായി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ മുഞ്ചി അതിനുള്ളിൽ ബന്ധിതനാക്കി. എന്നിട്ട് ആടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴാണ് അവർ ആടിന്റെ കാര്യം ഓർത്തത്.